എൻ്റെ മോൾക്ക് വെജിറ്റബിൾസിനോട് വലിയ താല്പര്യമില്ല. പൊതുവേ പിള്ളേരങ്ങനെ ആണല്ലോ. നോൺ വെജ് ആണല്ലോ കൂടുതൽ അവർ പ്രിഫർ ചെയ്യുന്നത്. ഒരു ദിവസം റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ ഞങ്ങൾ ലഞ്ചിന് പോയപ്പോൾ അവിടെ അവിയലുണ്ടായിരുന്നു. അവളെ ഒരുപാട് നിർബന്ധിച്ചു. ഞാൻ മാത്രമല്ല, എല്ലാവരോടും നിർബന്ധിച്ചപ്പോൾ അവൾ മടിച്ചൊന്ന് ടേസ്റ്റ് ചെയ്തു. അതവൾക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടായിരുന്നു. അന്ന് മുതൽ അവിയൽ അവളുടെ ഫേവറേറ്റായി. അത് കഴിഞ്ഞൊരു 2-3 മാസങ്ങൾക്ക് ശേഷം ഒരു രാത്രി 8:30 ആയി കാണും, എൻ്റെ അടുത്ത് ഓടി വന്ന് പറഞ്ഞു, അമ്മ എനിക്ക് അവിയൽ വേണം ഇപ്പം തന്നെ, പ്ലീസ് അമ്മ. അങ്ങനെ ഒരു റിക്വസ്റ്റ് വരുമ്പം നമ്മൾ അമ്മമാരുടെ മനസ്സും പെട്ടെന്ന് അലിയുമല്ലോ അല്ലേ. അന്നേരം പെട്ടെന്നുണ്ടായിരുന്ന വെജിറ്റബിൾസ് എല്ലാം കൂടെ ചേർത്ത് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഉണ്ടായിരുന്നു. ഒരു 9:15 ആയപ്പോഴത്തേന് അവിയൽ റെഡിയായി. അന്ന് രാത്രി ഒരു പ്ലേറ്റ് ഫുൾ അവിയലായിരുന്നു അവളുടെ ഡിന്നർ. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ അടുത്തുള്ളപ്പോഴാണല്ലോ അവരുടെ വിഷുകളൊക്കെ നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റുന്നത്. അവർ പോയി കഴിഞ്ഞാൽ പിന്നെ പറ്റത്തില്ലല്ലോ. അന്നുണ്ടാക്കിയ ആ സ്പെഷ്യൽ അവിയലാണ് ഇത്. അതിനായിട്ട് കടായിലോട്ട് വെജിറ്റബിൾസ് എല്ലാം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതൊന്ന് ഇട്ട് കൊടുക്കാം. 2 സവാള, അല്പം കറിവേപ്പില, ഒരു 2 തക്കാളി, ആവശ്യത്തിന് ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. വെള്ളമൊന്നും ചേർക്കണ്ട. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ലിഡ് ക്ലോസ് ചെയ്തൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം മിക്സിയുടെ ജാറിലോട്ട് ഒരു 3/4 കപ്പ് തേങ്ങ, അല്പം ജീരകം, അല്പം ഇഞ്ചി, വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ലിഡ് തുറന്ന് വെജിറ്റബിൾസ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നടുക്കൊരു കുഴി ഒഴിച്ചിട്ട് ഈ ചതച്ച തേങ്ങ അതിലോട്ട് ഇട്ടതിന് ശേഷം വെജിറ്റബിൾസ് എല്ലാം കൂടെ ഒന്ന് പൊത്തി വെക്കാം. എന്നിട്ടൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അവിയലിന് സ്പെഷ്യൽ ടേസ്റ്റ് കൊണ്ടുവരുന്ന ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇനി നമ്മൾ ഇടാൻ പോകുന്നത്. 6-7 ചുവന്നുള്ളി, അല്പം കറിവേപ്പിലും കൂടെ ചതച്ചെടുക്കാം. വെന്ത വെജിറ്റബിൾസിൻ്റെ ഇടയിൽ ഒരു കുഴി കുഴിച്ച് ഇതങ്ങോട്ട് ഇട്ടിട്ട് അല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് പൊത്തി വെച്ച് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. അവിയൽ എല്ലാവർക്കും അറിയാമെന്നറിയാം, എങ്കിലും ഇതുപോലൊന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് നോക്കാം.